ഓടിപ്പോകുന്ന വിഷയങ്ങളെ ചാടിപ്പിടിച്ച് പിന്നെ അതെല്ലാവരും കൂടി ഒരു കൂട്ടച്ചാട്ടമാക്കുന്നത് പരിചിതമായ കേരള സമൂഹത്തിൽ ഇപ്പോൾ മേയറും ട്രാൻസ്പോർട്ട് ഡ്രൈവറും തമ്മിലുള്ള ആ ഏറ്റുമുട്ടലിനും തർക്കവുമൊക്കെ മറ്റൊരു രൂപത്തിലേക്ക് മാറിയും മറിഞ്ഞുമൊക്കെ സാധാരണ വോട്ടെടുപ്പിൽ വോട്ടെണ്ണുമ്പോൾ നേരിയ ഭൂരിപക്ഷത്തിൽ മുന്നേറുന്നവർ തമ്മിൽ ഇഞ്ചോടിഞ്ച് പോരാട്ടം നടത്തുന്നത് പോലെ ഓരോ ദിവസവും ഇഞ്ചോടിഞ്ച് പോരാട്ടമാണല്ലോ. അതിലേറ്റവും ഒടുവിൽ പുതിയ ഭൂരിപക്ഷവും മുന്നേറ്റവും അറിയിക്കുന്ന ഒരു വാർത്ത കൂടി പുറത്തു വന്നിട്ടുണ്ട്. വഞ്ചിയൂർ കോടതി മേയർക്കെതിരെയും MLAക്കെതിരെയും കേസെടുക്കാൻ നിർദ്ദേശം നൽകി. MLAക്കെതിരെയും മേയർക്കെതിരെയും കേസെടുക്കുന്നില്ല, എന്നാൽ ഡ്രൈവർക്കെതിരെ മാത്രമാണ് കേസെടുക്കുന്നത് എന്ന് പറയുന്ന വലിയ വാർത്തയും ചർച്ചയും ആക്ഷേപങ്ങളും ഒക്കെ നിറഞ്ഞു നിൽക്കുമ്പോൾ ഒരു നിയമലംഘനത്തിന് ഒരാൾക്ക് മാത്രം എതിരെ എങ്ങനെ കേസെടുക്കും, മറ്റുള്ളവർ ലംഘിച്ചത് ന്യായമല്ലേ എന്ന് ചോദിച്ചപ്പോൾ അത് ചെയ്തത് സംരക്ഷിക്കാൻ വേണ്ടിയാണ്, അല്ലെങ്കിൽ നിയമത്തെ പ്രതിരോധിക്കാൻ വേണ്ടിയാണെന്നൊക്കെ പറഞ്ഞ പോലീസിൻ്റെ പ്രതിരോധം തകർത്തുകൊണ്ടാണ് ഇപ്പോൾ കോടതി അത്തരമൊരു ഉത്തരവിട്ടിരിക്കുന്നത്. സച്ചിൻ ദേവ് MLAക്കെതിരെയും മേയർക്കെതിരെയും കേസെടുക്കണമെന്നുള്ളതാണ്. നിയമപരമായ കാര്യങ്ങൾ അറിയാവുന്നവർക്ക് എല്ലാവർക്കും അറിയാം, പോലീസിൽ ഇതുപോലെ തന്നെ ചില സംഗതികളിൽ കേസെടുക്കുന്നില്ല എന്നാവശ്യപ്പെട്ടാൽ അത് കേസെടുത്ത് അന്വേഷിക്കാൻ കോടതികൾ പറയാറുണ്ട്. എന്നാൽ ഈ വിഷയം അതിലും അപ്പുറമുള്ള പ്രാധാന്യവും ചർച്ചയുമൊക്കെ വന്നതുകൊണ്ടാണ് അത് ബ്രേക്കിംഗ് ന്യൂസായി മാറുന്നത്. ഈ ഓടിച്ചിട്ട് ചാടിപ്പിടുത്തവും അതിനെ തുടർന്നുള്ള കൂട്ടച്ചാട്ടവും വളരെ രസകരമായിട്ടാണ് ഇതിലൊന്നും പ്രത്യേകിച്ച് പക്ഷമില്ലാത്തവർക്ക് കണ്ടുകൊണ്ടിരിക്കാൻ കഴിയുന്നത്. കാരണം ഓരോ ദിവസവും ഓരോരോ താരങ്ങൾ പ്രത്യക്ഷപ്പെടുകയും അവരവരുടെ വാദങ്ങൾ നിരത്തുകയും അതിന് മറുവാദങ്ങളുമായി മറ്റു പലരും രംഗത്ത് വരികയും ഒക്കെ ചെയ്യുന്നതാണ് കാണുന്നത്. ആദ്യം ഈ ചിത്രത്തിൽ അഭിനയിച്ചിരുന്നത് യദുവും മേയറും MLAയും മാത്രമാണെങ്കിൽ പിന്നെ അതിലേക്ക് പല കഥാപാത്രങ്ങളും രംഗത്ത് വരികയുണ്ടായി. അതിലേക്ക് നമ്മുടെ രാജ്യസഭാ അംഗം റഹീം രംഗത്ത് വന്നു. കുറച്ച് കഴിഞ്ഞപ്പോൾ റോഷ്നി എന്ന് പറയുന്ന ഒരു സിനിമാ സീരിയൽ താരം രംഗത്ത് വന്നു. ഉടൻ തന്നെ ഞാൻ പേര് വായിക്കാൻ വിട്ടുപോയി, മേയർ പണി കളഞ്ഞു എന്ന് പറഞ്ഞ് മറ്റൊരു പുരുഷ താരം രംഗത്തേക്ക് വന്നു. ഇതിനിടയിൽ ബസ്സിലെ കണ്ടക്ടർ മുന്നിലാണോ പിന്നിലാണോ ഇരുന്നതെന്നുള്ളതിനെ സംബന്ധിച്ചുള്ള തർക്കം മുറുകി. പിന്നെ മെമ്മറി കാർഡ് കൂടി കാണാതായപ്പോൾ അതിൻ്റെ നാടകീയതയും ആവേശവും കൗതുകവും ആക്രോശവും എല്ലാം അങ്ങോട്ട് വർദ്ധിച്ചു. പണ്ട് ഒരു CD കാണാൻ കാത്തിരുന്ന മലയാളിയെപ്പോലെ മെമ്മറി കാർഡ് എവിടെയെന്ന് അന്വേഷിച്ച് ഇങ്ങനെ ഇരിക്കുമ്പോഴാണ് അതിൻ്റെ പുറത്ത് വീണ്ടും വീണ്ടും നാടകീയത വരുന്നത്. ഇപ്പോൾ ഏറ്റവും ഒടുവിൽ ഇതുകൂടിയായി. ഇനിയും ഇതിൽ കുറേ കൂടി മുന്നോട്ട് പോകാനുണ്ട് എന്ന് തന്നെയാണ് കൗതുകപൂർവ്വം നോക്കിയിരിക്കുന്ന എന്നെപ്പോലെയുള്ളവരുടെ അഭിപ്രായം.